കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്, ഞാനൊരു ചുറ്റളവ് എടുത്തപ്പോഴത്തേക്ക് ഇത്ര കോലാണ്, ഇത്ര ഇതിലാണ് നിൽക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അപ്പോൾ നമുക്ക് ചുറ്റളവ് കറക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളീയ വാസ്തുവിൽ ചുറ്റളവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ അവർ ആ വീടിൻ്റെ ചുറ്റളവ് നോക്കിയിട്ട് ചുറ്റളവ് എടുക്കുമ്പോൾ അതിൻ്റെ കണക്കിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നും പറഞ്ഞിട്ട് പല ചുറ്റളവുകളുടെ കണക്കുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നമ്മൾ അളന്നെടുക്കുന്നതിൽ വരുന്ന ഒരു കണക്കാണ് ഈ വരുന്നത്. അത് എത്ര കോലാണെന്നുള്ളത് നോക്കിയിട്ട് അതിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നും പറഞ്ഞിട്ട് പലതുണ്ട്. ഇതിൽ ഏറ്റവും നല്ല ഇതെന്ന് പറയുന്നത് കൗമാരവും യൗവനവുമാണ് നല്ല ചുറ്റുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ ബാല്യത്തിലും വാർദ്ധക്യത്തിലും ആ വീട്ടിൽ അതിൻ്റെ പ്രോസ്പെരിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത് രണ്ടും നല്ല ചുറ്റളവായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ ചുറ്റളവ് കണക്കാക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചുറ്റളവ് എടുക്കുമ്പോഴത്തേക്ക് ഇത് പ്രധാനമായിട്ടും ഒന്ന് വീടിൻ്റെ മൊത്തത്തിലുള്ള ഇതെടുത്തുകൊണ്ട് അതിൻ്റെ കണക്കെടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുവരിക. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമുകളുടെ സ്ഥാനം, ബെഡ്റൂമിനും കൃത്യമായിട്ടുള്ള അളവുകളുണ്ട്. ആ അളവുകൾ കറക്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് കിച്ചണിന് അളവുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്കിപ്പം അളവില്ലാതെ ചെയ്യാവുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്ത് വേണമെങ്കിൽ സ്റ്റോറ്, ടോയ്ലറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവ് വേണമെന്നില്ല. അപ്പോൾ എന്തായാലും ബെഡ്റൂം, പൂജാമുറി, കിച്ചൺ അതൊക്കെ കൃത്യമായിട്ടുള്ള അളവിലേക്ക് കൊണ്ടുവന്ന് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ചുറ്റളവെടുത്ത് അതിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലാണിത് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ചുറ്റളവിനെ പറ്റി നമ്മൾ നോക്കുന്നത്. അതേസമയം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മറ്റ് വടക്കേ ഇന്ത്യയിലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഈ ചുറ്റളവ് നോക്കുന്നില്ല. അവർ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട് സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും അവർ നോക്കുക. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ കന്നിമൂലയെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കുക. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിൽ കൊടുക്കുക. അടുത്തത് കിച്ചൺ എപ്പോഴും അഗ്നിക്കോണിൽ തന്നെ കൊടുക്കുക. നമ്മളിവിടെ കേരളത്തിലെ ഭൂരിഭാഗവും അഗ്നിക്കോണിലല്ല കിച്ചൺ കൊടുക്കുന്നത്. വടക്ക് കിഴക്ക് ഈശാന കോണിലാണ് കിച്ചൺ കൊടുക്കുന്നത്. അപ്പം ഈശാന കോണിൽ കിച്ചൺ ഇരിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ ഒരു കോർണറിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ വടക്ക് കിഴക്ക് മൂലയിൽ അഗ്നി വന്നൂടാ എന്നുള്ളതാണ് പറയുന്നത്. അഗ്നിയുടെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് മൂലയിലാണ്. അപ്പോൾ വടക്ക് കിഴക്ക് മൂലയിൽ നമ്മൾ സ്റ്റൗവോ അടുപ്പോ വെച്ച് അവിടെ കത്തിച്ച് കഴിഞ്ഞാൽ ആ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഊർജവും സ്വീകരിക്കുന്നതെന്നാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ ആ വരുന്ന പോസിറ്റീവായിട്ടുള്ള എനർജിയെ ഈ ഫയർ കത്തി ഇല്ലാണ്ടാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് ആ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന എനർജി അവിടെ ഫയർ കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു പ്രോസ്പെരിറ്റി കുറയും, വീടിൻ്റെ ഒരു ഉയർച്ച കുറയും എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ ഫയർ കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഓൾറെഡി വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ കിച്ചൺ ചെയ്തു പോയി. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങൾ ഓടിപ്പോയി കിച്ചൺ പൊളിക്കണ്ട. അങ്ങനെ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉള്ള അടുക്കളയിൽ തെക്ക് കിഴക്ക് മൂലയിൽ നിങ്ങൾ സ്റ്റൗ വയ്ക്കുക. തെക്ക് കിഴക്ക് മൂലയിൽ സ്റ്റൗ വെച്ചിട്ട് വടക്ക് കിഴക്ക് മൂലയിൽ നിങ്ങൾ മറ്റേ സിങ്കോ അതല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളമോ വെച്ചുകൊണ്ട് അവിടെ കറക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാമുറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ പേരുകളുണ്ട്. ഇപ്പോൾ വായുകോണ്, നിരതി കോണ്, അഗ്നികോണ്, ഈശാന കോണ്. അപ്പം ഈശാന കോണം എന്ന് പറയുന്നത് ഈശ്വര സങ്കല്പമുള്ള സ്ഥലം. അപ്പോൾ അവിടെ നമുക്ക് പൂജാമുറി പണിയാം. ഇപ്പോൾ എല്ലാ വാസ്തുവിലും പറയുന്നുണ്ട് ഈശാന കോണിൽ പൂജാമുറി പണിയാം. അപ്പോൾ ഈശാന കോണിൽ പൂജാമുറി പണിയുന്നത് കൊണ്ട് തെറ്റില്ല, ഈശാന കോണിൽ പണിയാം. പക്ഷേ ആ ഈശാന കോണിൽ വിളക്ക് കത്തിക്കാതെ അത് അതിൻ്റെ അഗ്നികോണിലേക്ക് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് ഈശാന കോണിൽ തന്നെയാണ് പൂജാമുറി, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂജാമുറിയുടെ ഈശാന കോണിൽ നിലവിളക്ക് കത്തിക്കാതെ ആ പൂജാമുറിയുടെ അഗ്നികോണിൽ നിലവിളക്ക് കത്തിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചില മാറ്റങ്ങൾ, ഇപ്പം ഒരു വീട് ഇപ്പോൾ അവർ എല്ലാ ഇതായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ചെറിയ ചില മാറ്റങ്ങൾ ഒരുപക്ഷെ മതിയാവും ആ വീടിൻ്റെ മൊത്തത്തിലുള്ള എനർജി മാറി ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് പോകാനായിട്ട്.
ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ ചെന്ന് കിച്ചണിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ സ്റ്റൗ ഇരിക്കുന്ന സ്ഥലം ശരിയല്ല. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് അത് മാറ്റി വയ്ക്കുക. അടുക്കള അവിടെ വാസ്തുപ്രകാരം ഒന്ന് ക്രമീകരിക്കുക. പൊളിച്ചു മാറ്റണമെന്നില്ലാതെ തന്നെ ഒന്ന് ക്രമീകരിക്കുക. എന്തെങ്കിലും അത്യാവശ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക. അതുപോലെ ബെഡ് ഇട്ടാക്കുന്നത്, ചിലപ്പോൾ ബെഡിൻ്റെ സ്ഥാനം, അതാണെങ്കിൽ തന്നെ വീട്ടിൽ പൈസയുടെ അലമാര വെക്കുന്ന സ്ഥലം. അപ്പോൾ പിന്നെ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ അക്വേറിയം ഇരിപ്പുണ്ട്, നല്ലൊരു അക്വേറിയം ഇരിപ്പുണ്ട്. പക്ഷേ അക്വേറിയം ഇരിക്കുന്ന ഡയറക്ഷൻ ശരിയല്ല. അപ്പോൾ ആ ഡയറക്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മറ്റേ സെറ്റിയും ചെയറും എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇരിക്കുന്ന ഒരു രീതി ശരിയല്ല. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക. അങ്ങനെ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചെന്നിരിക്കും. കാരണം അത്രയ്ക്ക് നമുക്ക് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഓരോ മുറിക്കും ഓരോ വീടിന് വാസ്തു ഉണ്ടെന്ന് പറയുന്ന കണക്ക് ഓരോ മുറിക്കും വാസ്തുവുണ്ട്. അപ്പോൾ ആ ഓരോ മുറിയിലും സാധനങ്ങൾ വെക്കുന്നതായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളുണ്ട്. ആ ഓരോ മുറിയുടെയും വാതിലിന് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തുടക്കത്തിലാണെങ്കിൽ മാത്രമേ ഈ വാതിലൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒത്തിരി നേട്ടങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലെ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. മൊത്തത്തിൽ ചുറ്റളവ് എടുക്കുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. അപ്പോൾ ചുറ്റളവ് എടുത്തിട്ട് നല്ലൊരു ചുറ്റളവിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പാവും. പക്ഷേ നിങ്ങൾ ചുറ്റളവ് എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങളുടെ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം. സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലാത്തൊരു വീടിൻ്റെ ചുറ്റളവ് നോക്കി കറക്റ്റ് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.